അപ്പൊ അന്ത്യകാലത്തിന്റെ അപകടം എന്താ? രക്ഷയെ അവഗണിക്കുന്ന ഒരു കൂട്ടം, രക്ഷയുടെ വിലയറിയാത്തൊരു കൂട്ടം. എന്റെ പ്രിയരെ, ഏറ്റവും വലിയ അപകടം നമ്മൾ വിശ്വാസി എന്ന് പറഞ്ഞിരിക്കുമ്പോ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ മഹത്വം അറിയാതെ ജീവിക്കുന്നതാ. നമ്മൾ രക്ഷപ്പെട്ടത് അതുകൊണ്ട് പത്രോസൊക്കെ പറഞ്ഞു വരുന്ന കാര്യമുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടത് എന്തെങ്കിലും പൊന്ന്, വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ കുഞ്ഞാടിന്റെ രക്തത്താൽ എന്ന് പറഞ്ഞ ഈ രക്തത്തിന്റെ വിലയാ ഞാനും നിങ്ങളുമെന്ന്. അന്ത്യം വരെ എനിക്ക് വേണ്ടി ജീവൻ തന്ന, അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന യേശുവിന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ പുണ്യാക രക്തത്തിന്റെ വിലയാ ഞാനെന്ന തിരിച്ചറിവില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അബദ്ധം വരെയില്ല എന്ന് പറയുമ്പോ എനിക്ക് പിന്നെ സ്തോത്രം പറയാൻ മറ്റൊന്നും പറയണ്ട. ഈ രക്ഷയെ പറ്റിയുള്ള ബോധ്യം ഇല്ലാത്തോണ്ടാ സ്തോത്രം പറയാൻ എനിക്ക് 10 കാരണം വേറെ വേണ്ടി വരുന്നേ. ഈ രക്ഷയെപ്പറ്റി എൻ്റെ അന്തരാത്മാവി ബോധ്യമുണ്ടേ. ഞാൻ പാപിയായിരുന്നു, ഞാൻ ശാപഗ്രസ്തനായിരുന്നു, ഞാൻ തകർന്നവനായിരുന്നു. പക്ഷേ എൻ്റെ തകർച്ച മാറ്റുവാൻ, എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വന്ന് ഒരുവൻ എന്നെ കരം പിടിച്ച് കയറ്റി. ആ നാമം യേശുവിന്റെ നാമമാ. ഈ ബോധ്യം അകത്തുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആരും പറയണ്ട, എൻ്റെ അന്തരാത്മാവ് തുടിക്കും.